너의 맘속에 다 문을 열고 들어가면 이곳이 기다릴 거야. 믿어도 괜찮아. 널 위로해줄 magic shot. എങ്ങട്ടാ? അന്യജാതിക്കാർക്കൊന്നും ഇവിടെ പ്രവേശനമില്ല. കള്ളക്കളവൻ അടുക്കളയിലുള്ള പായസെങ്കിലും എടുത്തു താടോ. ഡാ, ഒരുപാട് ചിലക്കല്ലേ. ചിലച്ചാലുണ്ടല്ല ഇവിടെ കിടന്ന് മേയും ഞാൻ. മേയ നീ ആര്? പശുവാ? പശുവൊന്നുമല്ല, നല്ല അസല് വെട്ടുപോത്താ. ഡാ തെണ്ടി, മിണ്ടാതിരിക്കടാ. ഇറങ്ങിപ്പോടാ കൊട്ടാരത്തുനിന്ന്. ഇല്ലെങ്കിൽ അമ്മേ എന്നോ തല്ലിയില്ലേ. പറഞ്ഞു കൊടുക്കണ പിന്നെ. പോട്ടെ കൊച്ചാപ്പ, അറക്കൽ കാസിമിനെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നണു. അതെ. അങ്ങനെ വിചാരിച്ച് ആശ്വസിച്ചാ മതിയിട്ടാ കൊച്ചാപ്പ. രണ്ടിലൊന്നും അറിയണല്ലോ. അവിടത്തെ ചോറും പായസവും മോന്തിട്ടേന്ന് പോന്നുള്ളൂ. വാടാ ഇങ്ങോട്ട്. ഞാൻ ഇവിടെ ഉണ്ട്. എന്തടി ചേച്ചി വന്നേ? അവിടെ എല്ലാരും തിരക്കുന്നുണ്ട്. സമയായി വാ. ഓ, ആ പൊട്ടന്റെ പൂജയല്ലേ? വരണോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെ, ഉണ്ണിയേട്ടെ പൊട്ടനൊന്നുമല്ല. നീ ചെല്ല്. വേണ്ട, വരണ്ട. ആ പാവം അറിയാത്ത പൂജ അവിടെ പഠിച്ചായിരിക്കണേ. 2 ദിവസം ഉറങ്ങാതെ. ഞങ്ങൾ വരെ പറഞ്ഞു കിടന്നോളെ. അന്നേരം എന്താ പറഞ്ഞെന്നറിയോ? മതി പഠിച്ചത്. വന്നേ നീ 2 ദിവസമായില്ലേ? അതെ, മതി ആരും ചേട്ടാ, ഇത്ര മതി. വാ. കൊഴപ്പില്ലടാ. രുദ്രമാവൻ പറഞ്ഞില്ലേ ആ വരുന്ന നമ്പൂതിരി അല്പ പ്രശ്നക്കാരനാണെന്ന്. അത് വേണ്ട. ഒന്നുമില്ലെങ്കിലും ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ. ഒരു ബന്ധം ഇല്ലാഞ്ഞിട്ട് പോലും ആ പാവത്തിന്റെ കഷ്ടപ്പാടാ ആ പൂജ. വരുന്നുണ്ടെങ്കിൽ വരാം. പോരാമേ നിൻ കൂടെ കാതങ്ങൾ ദൂരെ മേഘങ്ങൾ പോലെ നാം ചേരുന്നേ താനേ. ആനന്ദമേ സർവമാ. അയ്യോ, മറന്നുപോയല്ലോ. കുഴപ്പമില്ല. ഓം ഐസ്ക്രീമായ സ്വാഹ. കുട്ടി എന്താ ചൊല്ലി ഇപ്പോ? ഞാനും കേട്ടിരിക്കണ നമ്പൂരി. ഞാനല്ല, ഇയാളാവും. ഞാനോ? മന്ത്രങ്ങൾ അറിയില്ലെങ്കിൽ മാറി നിൽക്ക് ചുമ്പ. മോനെ ഉണ്ണി നമ്പൂതിരി, പൂജ കഴിഞ്ഞ് ശരിക്കും ഒന്ന് കാണണം. അങ്ങനെ തന്നെ വേണം. ഓരോന്നും പറഞ്ഞു ചെല്ലിക്കുമ്പേ ആലോചിക്കണമായിരുന്നു. പൊടി. അയ്യോ കൊച്ചാപ്പ, അമ്മേ. എന്താ ഉണ്ണിയെ നിർത്തിയേ? എനിക്കൊന്ന് മുള്ളണമായിരുന്നു. ശരി, പോയിട്ട് വരിക. ഈശ്വര, കൊച്ചാപ്പ കാലം കണ്ട തീർന്ന്. അയ്യോ എന്റെ അമ്മേ. അയ്യോ സോറി, ഞാൻ കണ്ടില്ല. ഇറ്റ്സ് ഓക്കെ. എന്നാ ഓക്കെ. അതെ, എന്താ എന്താ പറഞ്ഞോളൂ. അത് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇയാള് ശരിക്കും പൂജയ്ക്ക് വന്നതാണല്ലേ? അതേലോ, എന്തേ? ഒന്നുമില്ല, വെറുതെ.
തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. അത് പിന്നെ സോറി, ഞാനന്ന് അറിയാതെ അടി ഉണ്ടാക്കിയതാട്ടോ. ഷേ, അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടതാ. ആ ഓക്കെ. പിന്നെ ഉണ്ണി അച്ചു. എല്ലാ അടുത്തറിയുന്നവരും ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെ വിളിക്കാറ്. അതിനെനിക്ക് അടുത്തറിയില്ലല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടാണല്ലോ. ആ എന്താ? ഒന്നുമില്ല, എനിക്ക് പൂജയുണ്ട്. ശരി എന്നാ. അയ്യേ കൊച്ചപ്പ, ഇത് സദ്യപ്പന്തലൊന്നല്ല, കാണുന്നില്ലേ എന്തൊക്കെയോ തീയിട്ട് കത്തിക്കുന്ന സാധനം. ശരിയാടാ, വാ പോവാ. ആരാ ഇത്? കൊച്ചാപ്പയാ? എന്ത് അച്ചപ്പോ? ഓ ഈ തിണ്ടി. ഞമ്മടെ പേര് കാസി. ഞമ്മളെന്താ ഇവിടെ? ഇവിടത്തെ പുകയൊക്കെ കണ്ടപ്പം വിചാരിച്ചു ഇവിടെ എന്തോ സദ്യ ഉണ്ട് എന്ന്, അതുകൊണ്ട് വന്നതാ. വാ കൊച്ചാപ്പ. ചേട്ടാ, അമ്മാവൻ വിളിക്കണം. ആരാ നിങ്ങള്? കൊച്ചാപ്പ, ഓളൊരു വർത്താനുണ്ട്. എന്റെ സാറേ, അയാളെ ആരാ? എന്താ വേണ്ടേ? ഹായ് സിറ്റി, ഐ എം അയാള് ഹിത്തു ഫ്രം അളക്കൽ തറവാട്. ഞാനൊരു എഞ്ചിനീയറാണ്. എനിക്ക് സ്വന്തമായിട്ട് ഒരു 5 ഏക്കർ സ്ഥലമുണ്ടേ. എവിടെയാണ് നമ്മുടെ കല്യാണത്തിന്റെ അപ്ലിക്കേഷൻ ലെറ്റർ കൊടുക്കേണ്ടത്? ഇതാരാ? ചേട്ടനാണോ? ഡാ അളിയ. ഛേ മാറടാ അളിയ നിന്റെ. ശരിയാക്കി തരാടാ. ആയിട്ടാ. വളരെ ആയോട്ടെ. ഓ കാരമാടെ. ആയിട്ടാ. ബൈ. ബൈ. ഇന്നോട് ഇനി പ്രത്യേകിച്ച് പറയാടാ. ഇറങ്ങി പോണ പട്ടി. മോനെ അയാളെ വാ, ഇതിന്റെ തല്ലും കൂടി കൊച്ചാപ്പക്ക് വാങ്ങാൻ കയ്യിലടാ. വാ. കമ്മോൺ കൊച്ചാപ്പ. 5 പോയ മഞ്ജു, മഞ്ജു പോയ സിന്ധു, സിന്ധു പോയ ഞാ. കഷ്ടപ്പെട്ട് കയ്യില് സൂക്ഷിക്കുമ്പോഴാ ഓരോ കാക്കകൾ കൊത്താൻ വരുന്ന പട്ടികള്. കാക്ക പോയോ? പോയി. വിച്ചേട്ടാ, എന്നെ ഇഷ്ടാണോ നിങ്ങക്ക്? ഇഷ്ടാണല്ലോ. നിന്നെയും രാധൂട്ടിനെയും എല്ലാരും ഇഷ്ടാണല്ലോ. ഇഷ്ടല്ല. ഞാൻ ആ കയ്യിൽ കൈ ചേർത്ത ഇന്നും കാത്തു സൂക്ഷിക്കുന്ന പോലെ എന്നെ എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കോ? മരണം വരെ ഞാൻ ആ കൈവിടില്ല. എന്തൊരു ചേലാണ്, നെഞ്ചില് നേരാണ്. നീ എന്തൊക്കെയാ ചിന്തിച്ച് കൂട്ടണേ? അതും അയാളെ വേണ്ടാട്ടോ. എന്നാലും ഉണ്ണിയാർച്ചക്ക് ഇതെന്തു പറ്റി? ഹാവോ, നാളെ രാവിലെ പൂജ ഉള്ളതാ, പഠിക്കട്ടെ. എന്ത് ചെയ്യായിരിക്കും? നോക്കിയാലോ? നോക്കാം. എവിടെയാണ്? ഓ പഠിക്കാണോ? അയ്യോടാ പാവം. നോക്കിക്കഴിഞ്ഞോ? അങ്ങനെയൊക്കെ ചോദിച്ചാ കുറച്ചുകൂടെ. അമ്മേ. അതെ, എന്താ പൊന്നുമോക്ക് ഇവിടെ കാര്യം? അത് ഏട്ടാ, ഇതുവഴി വന്നപ്പോ കണ്ടപ്പോ നിന്നപ്പോ അങ്ങനെ. എത്രയാ നിക്കല്? ഇതിന് മാത്രം നിക്കാൻ എന്താ കുട്ടാ ഇവിടെ ഉള്ളേ? ഏട്ടാ അത് പിന്നെ. രാധു, നിനക്ക് അവനെ ഇഷ്ടാണോ? വിച്ചേട്ടാ, എനിക്ക് അറിയില്ല. ശരിയാ, അയാൾ വന്നിട്ട് 1, 2, 3 ദിവസം ആയുള്ളൂ. ബട്ട് എനിക്കറിയില്ല, കണ്ടപ്പോഴേ ഒന്നറിയാം, അയാൾ എന്റെ ഉറക്കം എപ്പോഴും കെടുത്താറുണ്ട്. ഓക്കെ, അപ്പൊ നിന്റെ കണ്ണനെ നീ വിട്ടോ? ആ കണ്ണനെയാണെങ്കിലോ ഞാൻ അച്ചുവേട്ടനായി കാണുന്നത്. അതുവരെയായോ കാര്യങ്ങള്?
ചേട്ടാ. രാധു, ആ എന്ത് തന്നെ വന്നാലും രാധൂട്ടന്റെ കൂടെ ഈ ചേട്ടൻ ഉണ്ടാവും. കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ. ആദി, കുട്ടിയെ വിളിക്കുക. വിളിക്കേണ്ട കാര്യമില്ല, ദാ വരുന്നു. ഉണ്ണി, പൂജ തുടങ്ങുക. ഇരുന്നോളൂ. ഇനി 2 കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചോളൂ. രണ്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. അമ്മേ, എല്ലാം കഴിഞ്ഞിരിക്കണു. ഇനി ഇവിടെ ഉണ്ണിയുടെ പൂജകൾ മാത്രമേ ഉള്ളൂ. എന്നാ ശരി, ഞാൻ മടങ്ങട്ടെ. ശരി തിരുമേനി. കാശി, തിരുമേനി അങ്ങോട്ട് കൊണ്ടുപോവുക. അതെ, ഇയാൾക്കിനി എത്ര പൂജകളുണ്ട്? 1 2 ഉണ്ട്. അപ്പോ അത് കഴിഞ്ഞ ഇയാൾ ഇവിടുന്ന് പോവോ? എന്താ, പോവണോ? ഹാ, വേണ്ട. ഹേ, ഒന്നുമില്ല, ഞാൻ പോവാ. അച്ഛാ, മിത്രേ, രാധൂട്ടാ, അബി. എന്താ അച്ഛാ, എന്തിനാ ഇങ്ങനെ ഒച്ചിരുന്നേ? അതെ, എന്താടാ? അത് പിന്നെ അച്ഛാ, നമ്മുടെ രാധുവിന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഇതാ ഫോട്ടോ. നല്ല പയ്യനല്ലേ? എവിടെ നോക്കട്ടെ. നല്ല പയ്യൻ. രാധുമോളെ, ഇത് നമുക്ക് ഉറപ്പിച്ചാലോ? എന്താ കാശി? മുത്തശ്ശ, അത് പിന്നെ അച്ഛാ. അച്ഛാ, അത് അവൾ ആലോചിച്ച് പറഞ്ഞോളൂ. ഞാൻ എന്തിനാ വെറുതെ. രാധു എൻ്റെ അല്ല. നാളത്തെ പൂജ കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. രാധൂട്ടാ. ഏട്ടാ, എന്താ? കരയാണോ കുഞ്ഞെ? എന്താടാ? ഏട്ടാ, ഏട്ടനൊന്നും ചോദിച്ചില്ലേ? അച്ഛൻ്റെ ഇഷ്ടാണോന്ന്? 100 വട്ടം. ഒത്തിരി ഇഷ്ടമായിരിക്കും. കല്യാണം വേറെ ആരും എനിക്ക് കഴിക്കണ്ട. എനിക്ക് അച്ഛേട്ടനെ മതി. ഈ പെണ്ണിത്. എടി, നിന്റെ കരച്ചിൽ കേട്ട നാളെയാണ് കല്യാണം തോന്നുമല്ലോ. ഏട്ടാ, ഞാൻ വേണ്ട. കുട്ടി കണ്ണൊക്കെ തുടച്ച് മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെന്നേ. നമ്മളെ കേൾക്കാത്ത മുത്തശ്ശനാണോ? അച്ഛൻ നിന്റെ ആഗ്രഹത്തിന് എപ്പെങ്കിലും കൂട്ടി നിൽക്കാതെ ഇരുന്നിട്ടുണ്ടോ? ചെല്ലേ, മുത്തശ്ശനോട് പോയിട്ട് കാര്യം പറ. ശരി. മുത്തശ്ശ. ഇതാര്? മുത്തശ്ശന്റെ രാധൂട്ടനോ? വാ. മുത്തശ്ശ, എനിക്ക് മുത്തശ്ശന്റെ കുട്ടിക്ക് അച്ഛൻ കൊണ്ടുവന്ന ആലോചന ഇഷ്ടപ്പെട്ടില്ല അല്ലേ? മുത്തശ്ശ, അത് എനിക്ക്. എന്റെ രാധുമോളെ മുഖം കണ്ടപ്പോഴേ മുത്തശ്ശന്റെ കാര്യം മനസ്സിലായി. ഞാൻ കാശിനോട് പറഞ്ഞിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ആരാ മനസ്സില്? എന്റെ രാധൂട്ടന്റെ മനസ്സിൽ വെച്ചത് ആരാ? അത് പിന്നെ മുത്തശ്ശ. വേറെ ആര്? നമ്മുടെ ഉണ്ണി തന്നെയാ. മുത്തശ്ശനും തോന്നി.
ഇവരെ നോട്ടവും ഭാവവും ഞാനും കണ്ടിരുന്നു. അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശ. ഏട്ടാ, ഞാൻ പോവാ. അപ്പോ എല്ലാവരോടും യാത്ര ചോദിക്കുക. പൂജകളൊക്കെ കഴിഞ്ഞിരിക്കണം. എല്ലാവരോടും നന്ദിയുണ്ട്, സ്നേഹിച്ചതിന്, ഒരു അംഗത്തെ പോലെ കണ്ടതിന്. അംഗം പോലെയല്ല കുട്ടിയെ, അംഗം തന്നെയാണ് നീ എനിക്ക്. എനിക്ക് കുറച്ച് പാക്കിംഗ് ഉണ്ട്, ഞാൻ പൊക്കോട്ടെ. ശരി. ഡാ, ആ വിച്ചു, എന്നെ ഒന്ന് വീട് വരെ കൊണ്ടാക്കി തരണേ. അതൊക്കെ കൊണ്ടുവിടാ. നീ ആദിക്ക് കുളത്തിലെ താമര പറിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നോ? ഉയ്യോ, മറന്നുപോയി. ഒന്ന് പറിച്ചു കൊടുക്കണേ. ഒന്ന് പോയേടാ, എനിക്ക് വെള്ള അലർജിയാണ്, ഞാൻ പറിച്ചു കൊടുക്കത്തില്ല. വേണ്ടെങ്കിൽ പറിച്ചു കൊടുക്ക്. ഇവനെ മാറങ്ങോട്ട്, ഞാൻ പറിച്ചു കൊടുത്തോളാം. ഇനി ഇവിടെ എവിടെയാണാവോ താമര? രാധ എന്താ ഇവിടെ? ഒന്നുമില്ല, ചുമ്മാ വന്നതാ. പോവാണെന്നറിഞ്ഞു. എന്താ എന്നോട് യാത്രയൊന്നും പറയുന്നില്ലേ? അല്ല, തന്നെ നേരത്തെ കണ്ടില്ലല്ലോ. ഞാൻ തന്നോട് പറയാതെ അറിഞ്ഞില്ല. ഞാൻ ഇന്ന് പോകൂട്ടോ. പിന്നെ കൺഗ്രാറ്റ്സ്. എന്തിനാ? അല്ല, കല്യാണൊക്കെ ആയില്ലേ, കല്യാണത്തിന് പറയാൻ പറ്റിയില്ലെങ്കിലോ? ഓ, അതിനാണോ? താങ്ക്സ്. പിന്നെ ചെക്കനെ ഇഷ്ടായോ? പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടായി. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ പൊക്കോട്ടെ. അല്ല, ഇയാൾക്കും വേണ്ടേ കല്യാണമൊക്കെ? സമയമുണ്ടല്ലോ, നോക്കാം. സമയം വാങ്ങാ തൊലി. എടാ പട്ടി, താൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിയാലും ഈ അണ്ണാക്ക് തുറക്കൂല, എനിക്കറിയാം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എപ്പോ എങ്ങനെയൊന്നും അറിയില്ല. നിങ്ങൾ എനിക്ക് എന്റെ കണ്ണനെ പോലെയാ. കണ്ണനെ പോലെയോ? കണ്ണൻ ദൈവല്ലേ? അപ്പൊ ഞാൻ ആ കുട്ടിക്ക് ദൈവമായിരുന്നോ? എടാ മൊണ്ണെ, അവളെ കണ്ണൻ അവൾക്ക് ആരാന്നറിയോ? ആ, ദൈവല്ലേ? കുന്തോ, രാധികച്ചിക്ക് കണ്ണൻ ജീവനാ. ആ, അതേലോ. ഓ, ഇവൻ കണ്ണനെ കെട്ടൂന്ന് പറഞ്ഞ പിടിവാശി പിടിച്ച മുതലാ. എന്നിട്ട് ഇപ്പൊ എന്നോട് പറയാ അച്ചുവേട്ടനെ ഞാൻ കണ്ണനായി കാണുവാ. ഓ, നേരത്തെ പറയണ്ടടാ, മാറങ്ങോട്ട്. എവിടെയാ അവള്? രാധേ, എന്താ? സത്യമായിട്ടാണോ നീ പറഞ്ഞത്? എന്ത്? ഈ കണ്ണന്റെ മാത്രം രാധയല്ലേ നീ? ഈ കണ്ണന്റെ രാധയാ ഞാൻ. എടാ, നിനക്ക് എത്ര വയസ്സായടാ? ഒരു കോഴി പൊരിക്കാൻ അറിയില്ലേ? കൊച്ചപ്പ പറയുമ്പോ വെച്ചുണ്ടാക്കി തരേ. ഞാൻ നിങ്ങളുടെ ഭാര്യ ഒന്നല്ല. നീ എന്റെ ചുറ്റൊരു കുഞ്ഞൊരു ഭാവയല്ലടാ. വാവയൊക്കെ തന്നെയാ, മര്യാദക്ക് തിന്നാൻ നോക്ക്. വന്ന് ഈ കളിക്കുടിക്കലൊന്നും ഒരു കഥയില്ലല്ലോ. നീ എൻ വെണ്ണീല ചേട്ടൻ. അങ്ങനെയല്ലടാ പാട്ട്. ചേ, അതല്ല, നമ്മൾ ആരും ചേട്ടനെ മാതിരി ഇല്ലേ കാണാൻ? ശരിയാണല്ല, നല്ലൊരു പയ്യൻ. എടാ, അത് നമ്മളെ ചെക്കനാടാ. മോനെ ആരൂട്ടാ? കൊച്ചാപ്പ, എടാ ഓടല്ലടാ. കൊച്ചാപ്പ എന്റെ പിന്നാലെ വരണ്ട, പൊക്കോ. അയാനെ പിടിക്കടാ അവനെ. എന്റെ പൊന്നു കൊച്ചാപ്പ ഒച്ചയുണ്ടാക്കല്ലേ, മെല്ലെ പറ. എന്റെ കുഞ്ഞ്, നിന്റെ അമ്മ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും കള്ളം പറഞ്ഞാൽ മടുത്തു. വാ പോവാലോ, വേഗം വാ. ഓ, ഇപ്പൊ എന്താ ചെയ്യാ? ഒരു ഐഡിയ ഉണ്ട്. കൊച്ചപ്പ, എന്താടാ മനുഷ്യരെ പൊളിപ്പിക്കുന്നത്? ഞാനിവിടെ വെറുതെ ഉണ്ടു ഉറങ്ങി കഴിയല്ല. നമുക്ക് ഔട്ട് ഹൗസ് മാത്രം മതിയോ? പോരാ, അവര് അപ്പീലിന് പോയ അതും പോവും. ഇവിടെ നിന്നോണ്ട് എല്ലാം നോക്കി പഠിക്കണം, എന്നിട്ട് കൊട്ടാരം സ്വന്താക്കണം അല്ലേ?
ഓ അതിനാണോ? ഡാ അബിയേട്ട ഞാനൊന്ന് പറയട്ടെ, കേൾക്ക്. നീയൊന്നും പറയണ്ട, ചതിക്കായിരുന്നല്ലടാ പട്ടി. അബിയേട്ട അവനെ വിട്, എന്താ പ്രശ്നം? ഇവൻ ഇത്രയും നാളെ ചതിക്കായിരുന്നു നമ്മളെ. എന്തൊക്കെയാ അഭിയേട്ട ഈ പറയണേ? സത്യം ഞാനീ പറയണേ. ദേ ഇയാളുടെ ചാരനാ ഇവൻ. ടാ, ഇനി നീ എന്റെ ചെക്കനെ തൊട്ടാലുണ്ടല്ലോ. വേണ്ട കൊച്ചാപ്പ. ചീ നിർത്തടാ. എല്ലാരെയും പോലെ പറ്റിക്കാന്ന് വിചാരിച്ചോ നീ? ഒരു കുടുംബത്തിന്റെ അംഗത്തെ പോലെ കണ്ടതല്ലട നിന്നെ. ഞാൻ പറയുന്നത് ആരെങ്കിലും ഒന്ന് കേൾക്ക്. നീ ഒന്നും ഇനി പറയണ്ട. വേണ്ടച്ചാ, ഉപദ്രവിക്കല്ലേ, ഞാൻ പറയണമെന്ന് കേൾക്ക്. മാറി നിക്കടി ഇങ്ങോട്ട്. ഇവനെങ്ങനെ നീ മനസ്സിലിട്ട് നടന്നാ ഇനി കൊന്നു കളയും ഞാൻ. വീടെന്നെ മുത്തശ്ശ, പറ മുത്തശ്ശ, തല്ലില്ലെന്ന് പറ മുത്തശ്ശ. നിർത്ത്. എന്താ ഇവിടെ നിർത്താൻ? മുത്തശ്ശ ഞാൻ വേണ്ട, കേക്കണ്ട. എനിക്ക് ഒത്തിരി സ്നേഹിച്ചു പോയി, അതിനുള്ളത് എനിക്ക് കിട്ടി. പൊക്കുകള കൊല്ലുന്നതിന് മുമ്പ് പൊക്കോളുക. അങ്ങനെ ആരെങ്കിലും പറയുന്ന കേട്ട് പോവാൻ മാത്രമുള്ള ബന്ധമൊന്നല്ല അവനിവിടെ. അതെ, ആര്യൻ ചേട്ടൻ ഇവിടത്തെ ചോരയാ. എന്താ എന്താ നീ ഇപ്പൊ പറഞ്ഞേ? അതെ, ചൈത്രമ്മയുടെ മോനാ അത്. സത്യമാണോ പറഞ്ഞേ? നീ ഇവിടത്തെ ചോരയാണോ? അതെ, എന്റെ കുഞ്ഞ് ഇവിടത്തെ തന്നെയാ. പക്ഷെ ഇവിടത്തെ അവകാശമൊന്നും ഞങ്ങൾക്ക് വേണ്ട. അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ല. അപമാനിച്ച് ഇറങ്ങി പോയതിന്റെ സന്തതിയായാലും ഒരു ബന്ധവുമില്ല. വേണ്ടണോ? താൻ തന്റെ അഭിമാനം കെട്ടിപ്പിടിച്ചിരുന്നോ? എന്നാ ഈ ദുനിയാവിലെ ഏത് രാജ്യക്കാരനെയും കേട്ടണ ഒരു തറവാടുണ്ട്, എന്റെ തറവാട്. അവിടെ എന്റെ മോൻ രാജാവാടാ. മോനെ വാ, അയാനെ വണ്ടി എടുക്ക്. ഞാൻ ആരെ ചാരനും ഒറ്റാനും അല്ല വന്നേ, ആരെയും നോവിക്കാനും അല്ല. കാണണം തോന്നി, എല്ലാവരും സ്നേഹിക്കണം തോന്നി, സ്നേഹം തിരിച്ചു കിട്ടണം തോന്നി. മാപ്പ്. രാധേ, എന്നോട് ക്ഷമിക്കണം ഒന്നും പറയാതിരുന്നതിന്. പക്ഷെ ഒത്തിരി സ്നേഹിച്ചു പോയി ഞാൻ. അപ്പൊ ഞാൻ സ്നേഹിച്ചില്ലേ? കാത്തിരിക്കും ഞാൻ. കാരണം ആര്യ വാ. നിക്ക്, പോകാൻ വരട്ടെ. എന്റെ അനിയനെ തൊട്ടാ ഒരുത്തനും ഇവിടെ വേണ്ട.